ഇതാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കോളിഫ്ലവറിൻ്റെ ഒരു സബ്ജി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ എന്തെല്ലാം ചേർത്തെന്ന് പറഞ്ഞുതരാം. കോളിഫ്ലവർ ആദ്യം കഴുകി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് തിളച്ച വെള്ളത്തിലിട്ട് 2 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് എടുത്ത് ഊറ്റി വെച്ചു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഉപ്പ്, 1 സ്പൂണ് സോയാ സോസ്, ഇത്രയും സാധനങ്ങൾ, പിന്നെ അരിപ്പൊടി ഒരു 3-4 സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചു. എന്നിട്ട് അത് എണ്ണയിലേക്ക് ഇട്ടു. എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. അതിന് ശേഷം ഉള്ളി നല്ലോണം വഴറ്റി മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് തക്കാളി, പച്ചമുളക്, മല്ലിയില അരച്ചത് കൂടി ഒഴിച്ച് മസാലപ്പൊടികളെല്ലാം ചേർത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതെല്ലാം ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ കറിയാവും. ഇതേപോലെയാണ് വറക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഈ പരുവത്തിലാണ് വറുത്തെടുക്കേണ്ടത്. എണ്ണ കുറച്ച് വേണം. എന്താ വെച്ചാൽ ഈ എണ്ണയിൽ രണ്ടാമത് ഉണ്ടാക്കുന്നത്, അപ്പോൾ പിന്നെ എണ്ണ നഷ്ടമൊന്നുമാവില്ല. അപ്പോൾ ഇതേപോലെ വറുത്തിട്ടുണ്ടാക്കും. ഇത് നമ്മൾ പച്ചരി ചോറിൻ്റെ കൂടെ നല്ലോണം ചേരും കേട്ടോ. ജീര റൈസിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാവും. ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാം ഇങ്ങനെയാണ് വറുക്കുന്നത്. പിന്നെ പുരട്ടി വെച്ചത് ഇതാണ്, ഇങ്ങനെയാണ് പുരട്ടി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സൂക്ക സബ്ജി എന്ന് പറയും, ഡ്രൈ കറി ആക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഗോബി കറി എന്ന് പറയും നമ്മൾ കോളിഫ്ലവറിന്, ഗോബി സബ്ജി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്കെല്ലാം അടിപൊളിയാണ്. ടേസ്റ്റ് അതിനേക്കാളും അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഗ്യാരണ്ടി ആയിട്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞുതരും. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്, പുതിയ റെസിപ്പിയാണ്. അപ്പോൾ ഇത് പിന്നെ എല്ലാവരും കൂട്ടി കഴിക്കാൻ പറ്റും. പച്ചരി ചോറായിരിക്കും നല്ലത്. ജീര റൈസ്, നെയ്ച്ചോറ്, പിന്നെ ചപ്പാത്തി, റൊട്ടി, അതിനെല്ലാം നല്ല ടേസ്റ്റ്. ബ്രെഡിൻ്റെ കൂടെ വരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. സൂപ്പർ ടേസ്റ്റ് സാധനമാണ്, ഞാൻ ഗ്യാരണ്ടി. നല്ല കളറല്ലേ, സോയാ സോസെല്ലാം ഒഴിക്കണം. ഒരു പ്രത്യേക റെസിപ്പിയാണ്. പിന്നെ ഞാനത് വറുത്ത് വെച്ച് കാണിച്ചിട്ടില്ലേ. അപ്പോൾ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചീനച്ചട്ടിയിൽ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചത് കേട്ടോ. റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ഉള്ളി നമ്മൾ വറുത്തിടാൻ മുറിക്കുന്നില്ലേ, അതുപോലെ മുറിച്ചിട്ടിട്ട് നല്ലോണം, പിന്നെ നല്ല മൂത്ത മണം വരുന്നവരെ ഈ ഉള്ളി ഇങ്ങനെ കാണുന്നില്ലേ, നല്ലോണം മൂക്കണം. അതിൻ്റെത് ഒരുവിധം നല്ല മണം വന്നിനി, നല്ല ഉള്ളി മൂത്ത മണം ഉണ്ടാവില്ലേ, അങ്ങനെ മൂത്ത മണം വരുന്നവരെ വഴറ്റുക. അതിലേക്ക് പച്ചമുളകും തക്കാളി അരച്ചത് ഒഴിക്കുക. എന്നിട്ട് അത് എണ്ണ തെളിയുന്നവരെ ഇളക്കി കൊടുക്കുക. 1 സ്പൂൺ മുളക് പൊടി ഇടുക. ഉപ്പ് നോക്കിയിട്ട് എണ്ണ ഞാൻ ഇട്ടിട്ട് കുറച്ച് അധികമായി പോയി. എന്താ വെച്ചാൽ നമ്മൾ കോളിഫ്ലവർ വറക്കുമ്പോൾ ഉപ്പിടുന്നുണ്ടല്ലോ, അങ്ങനെ. എന്നിട്ട് മല്ലിയിലയും ഇത് എണ്ണ തെളിഞ്ഞിട്ടാകുമ്പോൾ ഈ വറുത്ത് വെച്ച കോളിഫ്ലവർ അതിലേക്ക് ഇടുക. എന്നിട്ട് മല്ലിയിലയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്താൽ കറി റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടാകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരവ് മിക്സ് ചെയ്തിട്ട് ഇട്ടാലും മതി. പിന്നെ ചീനച്ചട്ടിയിൽ ആദ്യം പെരിഞ്ചീരകം ഇട്ടിട്ടാണ് പിന്നെ ഇത് ഉള്ളി ഇടുന്നത് കേട്ടോ. പെരിഞ്ചീരകത്തിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് അങ്ങനെ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കുന്നവർ നോക്കിക്കോളൂ.